ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനെന്നും പിന്നെന്തിനാണ് ദേവസ്വം ബോർഡെന്നും കോടതി ചോദിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു വിമർശനം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതി അതിരൂക്ഷ വിമർശനമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ലല്ലോ എന്നൊരു വിമർശനമല്ലേ ഇപ്പോൾ കോടതി ഉന്നയിച്ചിരിക്കുന്നത്? ക്രിസ്റ്റിന, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിച്ചത്. ആ ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തിനാണ് ഇത്ര സ്വാതന്ത്ര്യം നൽകിയത്, എന്തിനാണ് അയാളെ ഇതെല്ലാം ഏൽപ്പിച്ചത് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചത്. അതായത് ബോർഡിന് എന്താണ് ജോലി എന്നും ചോദിച്ചിരുന്നു. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ അങ്ങിങ്ങായി ഉണ്ണികൃഷ്ണന്റെ പേര് പരാമർശിച്ച ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതായത് പത്മകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിമർശനവുമായി കോടതി എത്തിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.